ശരിക്കും പറഞ്ഞാൽ സമ്മിശ്ര വികാരഭാവത്തോടെയാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. കൈരളിക്ക് 25 വയസ്സ് ആയി എന്ന് പറയുമ്പോൾ എൻ്റെ പ്രായത്തോടൊപ്പം 25 വയസ്സ് കൂടി ഞാൻ കൂട്ടിച്ചേർത്തു എന്നാണ് ഞാൻ കരുതുന്നത്. വലിയ മുതൽ മുടക്കില്ലാതെ വലിയ വ്യവസായ സംരംഭങ്ങളുടെ പിൻബലമില്ലാതെ ഒരു ജനകീയ ചാനൽ 25 വർഷം മുമ്പ് 24 വർഷം മുമ്പ് യാഥാർത്ഥ്യമാകുമ്പോൾ അത് ലോകത്തിലെ വിസ്മയമായിരുന്നു. എനിക്കെപ്പോഴും ആദ്യകാലത്തെ ദിവസങ്ങൾ ഓർമ്മയുണ്ട്. കൈരളിയുടെ ലൈസൻസ് സമ്പാദനത്തിന് വേണ്ടി വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ കയറി ഇറങ്ങുമ്പോൾ പലരും പറഞ്ഞു ഈ ചാനൽ ലൈസൻസ് കിട്ടാൻ പോകുന്നില്ല. അന്ന് BJP ആണ് ഭരിക്കുന്നത്. കൈരളിക്ക് ശേഷം ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ജയ്ഹിന്ദ് ചാനൽ വന്നു. പക്ഷെ അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കഷ്ടപ്പെട്ട പോലെ കഷ്ടപ്പെടേണ്ടി വന്നില്ല. ആ സമയത്ത് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു വാർത്താ പ്രക്ഷേപണ മന്ത്രി. അവസാന എനിക്ക് തോന്നുന്നു ചാനലിന്റെ ഉദ്ഘാടനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇതിന്റെ ലൈസൻസ് സാധ്യമായത്. അന്ന് ഡൽഹിയിൽ ലൈസൻസിന് വേണ്ടി ശാസ്ത്രി ഭവന്റെ പടവുകൾ ചവിട്ടുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സന്ദേഹങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്ക് ശ്രീ പിണറായി വിജയന്റെ ഫോൺ കോൾ കിട്ടുമ്പോഴാണ് എൻ്റെ ചങ്ക് നടുങ്ങുന്നത്. ഇനി ഇതില്ലാതെ എങ്ങനെയാണ് തിരിച്ച് കേരളത്തിലേക്ക് വരുന്നത്? അന്ന് മലയാളം എന്നുള്ള പേരിലായിരുന്നു ചാനലിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത്. പക്ഷെ മലയാളത്തിന്റെ അവകാശം ഒരു ചാനലിൽ അർപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കണ്ടെത്തലിൽ ആ അപേക്ഷ തിരസ്കരമായി. പിന്നീടാണ് കൈരളിയായിട്ട് അപേക്ഷ മാറുന്നത്. 2.5 ലക്ഷം ഓഹരി ഉടമകൾ 10 രൂപ മുതൽ 1 കോടി രൂപ വരെ. അതിൽ പലരും ലാഭത്തിന്റെ കണിക പോലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ 2 വട്ടം ലാഭം കൊടുത്തപ്പോഴും പലരും അത് വാങ്ങാൻ വന്നില്ല. ലാഭമെന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളടക്കമാണ്, അതാണ് ഞങ്ങൾക്ക് വേണ്ടത്, അതിനപ്പുറം ഒന്നും വേണ്ടതില്ല എന്ന് അവർ പറഞ്ഞു. വലിയൊരു ആഘോഷത്തോടെ 25ാം വാർഷികം കൊണ്ടാടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിനുള്ള ആലോചനകളുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് വയനാട് ദുരന്തമുണ്ടായത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് വാർത്താ വിഭാഗത്തെ ഏൽപ്പിച്ച് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും യഥാർത്ഥത്തിൽ ഞാൻ പേരെടുത്ത് പറയേണ്ട ആൾക്കാരാണ്. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ കൈരളിയുമായിട്ട് ആദ്യകാലഘട്ടത്തിൽ സഹകരിച്ച ആൾക്കാർ. അവരൊക്കെ മറ്റ് ചാനലുകളിലും മറ്റ് മാധ്യമ സംരംഭങ്ങളിലും ഉണ്ടെങ്കിൽ പോലും ഒരു ഫോൺ കോളിൽ അവരെല്ലാം ഇവിടെ എത്തിയിരിക്കും. കൈരളി എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, ഒരു വികാരമാണ്. ആ വികാരത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഈ ഹോളിലും നിറഞ്ഞു നിൽക്കുന്നത്. അന്ന് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഈ കമ്പനി ആര് നടത്തും? അതായിരുന്നു ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിബന്ധം. 24% അല്ലെങ്കിൽ ആർക്കാണ് ഇതിനകത്ത് കൂടുതൽ ഓഹരി ഉള്ളത്? എല്ലാവർക്കും തുല്യമായ ഓഹരി അല്ലെങ്കിൽ ആർക്കും മേൽക്കോയ്മയില്ലാത്ത ഒരു കമ്പനി എങ്ങനെ മുമ്പോട്ട് പോകും? അതിനൊരു ലോക്കോമോട്ടീവ് വേണ്ടേ, യന്ത്രം വേണ്ടേ? ആ യന്ത്രം എന്താണ് എന്നാ ഉദ്യോഗസ്ഥൻ ചോദിച്ചു. ശരിയാണ്, അതുവരെ അവിടെ സമർപ്പിക്കപ്പെട്ട എല്ലാ അപേക്ഷകളിലും ഒരു ഓഹരി ഉടമയുടെ ഒരു സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ ഏതാനും ഓഹരി ഉടമകളുടെ ഒരു കമ്പനിയുടെ സാന്നിധ്യമുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളെ അതിജീവിച്ചാണ് ഇന്ന് കൈരളി ഇവിടെ എത്തിയത്. ശ്രീ ശശികുമാറിനറിയാം, വൻകിട മുതൽ മുടക്ക് വേണ്ട ഒരു മേഖലയായി ടെലിവിഷൻ മാറും. ഓരോ ദിവസവും ഏതെങ്കിലും വ്യവസായ ഗ്രൂപ്പ് പണം പമ്പ് ചെയ്താൽ മാത്രമേ ദൃശ്യമാധ്യമ സ്ഥാപനങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ.
68 കോടി രൂപ ഓഹരിയായി പിരിച്ചെടുത്ത് ഒരു ചാനൽ 4 ചാനലായി സ്വന്തം ആസ്ഥാനമായി വളർന്ന് മലയാളികളുടെ ജനകീയ സംരംഭമായി ഇന്നും തലയുയർത്തി നിൽക്കുന്ന കൈരളി 25 വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഓഹരി ഉടമകളുടെയും പ്രേക്ഷകരുടെയും അകമഴിഞ്ഞ പിൻബലത്തിൻ്റെ ബാക്കി തുകയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ ഒരു പരിപാടിയിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ ആൾക്കാരോടും ഞാൻ നന്ദി പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് കടപ്പാടിൻ്റെ ഒരു ദിവസമാണ്. ഈ ഒരു സംരംഭത്തെ സാധ്യമാക്കിയ ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം.